ഈ പുഴയുടെ തീരത്താണ് പരിശോധന ആദ്യം നടത്തുന്നത്. അതിനുശേഷം പുഴയിലേക്ക് ഇറങ്ങിക്കിടക്കുന്ന ഭാഗത്തുള്ള മൺതിട്ട രൂപപ്പെട്ട ഇടത്തെയും മണ്ണും ചെളിയും കോരി മാറ്റാനും ഉദ്ദേശിക്കുന്നുണ്ട് എന്നതാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. അപ്പോൾ ഈ ബൂം എക്സ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഈ രണ്ട് സൈറ്റുകളിലെയും മണ്ണ് പൂർണ്ണമായും നീക്കം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഈ ഔട്ട് ട്രിഗറുകളൊക്കെ വേണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ഇതിലെന്തെങ്കിലും തടസ്സം നേരിട്ടാൽ അതൊക്കെ ചെയ്യാൻ കഴിയും. ആ രീതിയിലുള്ള ഉപകരണമാണ് ഇപ്പോൾ അവിടേക്ക് എത്തിച്ചിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും അടുത്തുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഈ യന്ത്രഭാഗങ്ങൾ 60 അടി നീളമാണ് നമ്മളിപ്പോൾ കാണുന്നതാണ് ഈ ബൂം എന്ന് പറയുന്നത്. ആ ബൂമിൻ്റെ എക്സ്കവേറ്ററിൻ്റെ ബൂം ഭാഗം ആം എന്ന് പറയുന്ന ആ ഒരു യന്ത്രത്തിൻ്റെ കൈ, ആ യന്ത്രത്തിൻ്റെ ഒരു തുമ്പിക്കൈ പോലെയുള്ള ഒരു ഭാഗം എന്ന് നമുക്ക് കൂട്ടാം. ഒരു ആന എങ്ങനെയാണോ എടുത്തു മാറ്റുന്നത് അതുപോലെ ഈ യന്ത്രത്തിൻ്റെ ഈ തുമ്പിക്കൈ പോലെയുള്ള ഭാഗം ആം എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് 60 അടി വരെ അകലെയുള്ള വസ്തുക്കൾ കോരി മാറ്റാൻ സാധിക്കും. ആ വാഹനമാണ് ഇപ്പോൾ ഷിരൂരിലേക്ക് എത്തിക്കുന്നത്. അത് അവിടെ നിന്ന് എടുത്ത് മറുകരയിലേക്ക് കൊണ്ടുവന്നിടുക. ദീപക് മലയമ്മയിലേക്ക്. I have told the day one that land side there is nothing like that. It should be in the river only because it will not hold because it is a 40-ton vehicle. Mud is more than thousands of ton. It has been pushed. Sir, what is the reason why we are stopping here? No, we will make arrangement there. Once arrangement is over, this will move there from there. And I want to show you also this vehicle, this machine is going, sunny machine. Yeah. Can you give any exact time to by another maximum 12. 12. Oh. Maximum. Mainly the boom length is the specialty of this. Speciality. Yeah. Okay. Because with the small boom we cannot work. Yes. With the 60 feet means it is almost 20 meter we'll go inside. You got my point. Now from the base it will stretch up to 20 meter. Okay. Right now the actual that shop now. Shops behind we have made the platform. Yeah. We'll do that. Create a special platform for. Platform. And not only platform, backside we are tying with the another wheel loader with the D-shackle with the rope. It should not slippery in the river also. Then only starts the work then. Yes. Definitely, you don't worry. And I will try to take you there also. Once that we will make the this one thing. What is that? We'll make for you some place there with the barricades and all these things. And you can also see the operations. So finally the Bahubali has come. സുജയ, അദ്ദേഹം പറഞ്ഞത് കൃത്യമായ ഒരു അവിടെ ഒരു പ്ലാറ്റ്ഫോം രൂപീകരിച്ച അതിനടുത്തേക്ക് ഇത് ഈ ഒരു ബൂം എക്സ്കവേറ്റർ എത്തിക്കുമെന്നുള്ളതാണ്. അതായത് ഈ 60 അടിയോളം നീളം വരുന്ന ഈ ഒരു ബൂം ഉപയോഗിച്ച് അതിൻ്റെ ബക്കറ്റിലേക്ക് പൂർണ്ണമായും റോഡരികിൽ നിന്ന് തന്നെ മണ്ണ് മാറ്റാനുള്ള സൗകര്യം ഉണ്ടാകുമെന്നുള്ളതാണ്. അതിൻ്റെ ഒരു നീളമൊക്കെ നമുക്ക് കൃത്യമായി പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഏതാണ്ട് ഈ താഴെ ഭാഗത്ത് തന്നെ 30 അടിയോളം ദൂരം വരുന്നുണ്ട്. അതിൻ്റെ മുകൾ ഭാഗത്ത് 30 അടി, അങ്ങനെ ഏതാണ്ട് 60 അടിയാണ് 60 ഫീറ്റ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കണക്ക് പറയുന്നത്. അത് ആ യന്ത്രത്തിൻ്റെ ക്യാബിൻ ഭാഗം അത് താഴേക്ക് പതിക്കാതിരിക്കുന്നതിന് വേണ്ടി കൃത്യമായി അത് ബാരിക്കേഡ് വെച്ച് ലോക്ക് ചെയ്യുന്ന മറ്റൊരു ടാഗ് വെച്ചിട്ട് അത് ലോക്ക് ചെയ്യുന്ന സംവിധാനങ്ങൾ ഉൾപ്പെടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ദൃശ്യങ്ങൾ സഹിതം പകർത്തുന്നതിന് വേണ്ടി അവിടേക്ക് പ്രവേശിക്കാം എന്നുള്ള കാര്യവും കൂടി ഇപ്പോൾ MLA പങ്കുവയ്ക്കുന്നുണ്ട്. അദ്ദേഹം നേരത്തെ തന്നെ ഇത്തരത്തിൽ ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി തന്നെ ഈ എക്സ്കവേറ്റർ ഇവിടെ എത്തിക്കാനുള്ള ശ്രമങ്ങളായിരുന്നു നടത്തിയിരുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ അത് വാഹനത്തിന് ചില കേടുപാടുകൾ സംഭവിച്ചുകൊണ്ടാണ്. മഞ്ചേശ്വരം MLA കൂടി ചേരുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ചുകൂടി പ്രതീക്ഷയ്ക്ക് വകയുണ്ടല്ലേ? തീർച്ചയായും നമ്മൾ എല്ലാ ദിവസവും നിങ്ങൾ മീഡിയാസൊക്കെ നമ്മൾ ഓരോ മലയാളികളും കാണുന്ന പോലെ പ്രതീക്ഷയോടുകൂടി അർജുനന് വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. നമ്മളെല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുന്നുണ്ട്. അതിനിടയിലാണ് നമ്മൾ തുടക്കം മുതൽ സതീശ് MLA അടക്കമുള്ള ഇവിടുത്തെ DC-യും ഇവിടുത്തെ SP അടക്കം പറഞ്ഞത് ഗംഗാവളി പുഴയിലാണ് ഈ ലോറി ഉണ്ടെന്ന് പറഞ്ഞു. നമ്മളന്ന് സമ്മതിച്ചില്ല. അർജുൻ്റെ ഫാമിലി, ഞാൻ, നമ്മൾ രാഘവേട്ടൻ എല്ലാവരും. ഇന്ന് അതൊക്കെ കഴിഞ്ഞ് ഏതായാലും ഇന്നൊരു അല്പസമയത്തിനകം നമ്മൾ ഗംഗാവളി പുഴയിൽ തെരച്ചിൽ ആരംഭിക്കുന്നുണ്ട്. അതിൻ്റെ ഒരുക്കം ഇവിടെ നടക്കുന്നുണ്ട്. എല്ലാ മേൽനോട്ടത്തിലും ഇപ്പോൾ ഇവിടെ എത്തുന്നതിന് മുമ്പ് DC-യും ഇവിടുത്തെ IPS ഓഫീസർ നാരായൺ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ഇതിൻ്റെ ഒരു റൂട്ട് മാപ്പ് ഉണ്ടാക്കി കൃത്യമായ ഒരു മോണിറ്ററും കാര്യം നടത്തുന്നുണ്ട്. എന്തായാലും ഇന്ന് നമുക്ക് എന്തോ ഒരു മനസ്സ് പറയുന്നുണ്ട്. നമ്മൾ ഇത്ര ദിവസത്തെ ശ്രമത്തിന്
ലോകത്തുള്ള മുഴുവൻ മലയാളികളും പ്രാർത്ഥനാപൂർവ്വം അവർ ഉണ്ണാതെ ഉറങ്ങാതെ കാത്തു നിൽക്കുന്ന അർജുനെ നമുക്കിന്ന് കണ്ടെത്താൻ കഴിയും. അങ്ങനെ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കഴിയട്ടെ എന്ന് തന്നെ നമ്മളും ആഗ്രഹിക്കുകയാണ്. അതായത് MLA ഒക്കെ വലിയ കോൺഫിഡൻസ് ആണ് ഇന്നത്തെ ദിവസം വയ്ക്കുന്നത്. കാരണം അതിന് പല വിധത്തിലുള്ള ഘടകങ്ങളുണ്ട് എന്നുള്ളതാണ്. ഒന്ന്, ഈ ഒരു വാഹനം എത്തിക്കുന്നു, അതിൻ്റെ ശ്രമഫലമായി കൂടുതൽ മണ്ണുകൾ ആ തരത്തിൽ നീക്കാനുള്ള നടപടികൾ വേഗത്തിലാകുമെന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, തുടക്കം മുതൽ ആശങ്കയുടെ പുറത്ത് നമ്മളെല്ലാം തന്നെ, പ്രത്യേകിച്ച് നേരത്തെ MLA പറഞ്ഞതുപോലെ ജനപ്രതിനിധികളായാലും ഈ അർജുൻ്റെ ബന്ധുക്കളായാലും ഇവിടെ എത്തിയ മനുഷ്യരെല്ലാം തന്നെ ആവശ്യപ്പെട്ടിരുന്നത് ആ ഒരു മതിൽ ഇടിഞ്ഞു വന്നതിൻ്റെ തൊട്ടു താഴെ ഭാഗത്തുള്ള മണ്ണ് നീക്കം ചെയ്യണം എന്നുള്ളതായിരുന്നു. ആ മേഖലയിൽ തന്നെ വാഹനം കിടന്നിട്ടുണ്ടാകാം എന്നുള്ളതായിരുന്നു നിഗമനം. പക്ഷേ ആ നിഗമനം പാളിപ്പോയിരിക്കുന്നു എന്നുള്ളത് ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ നദിയുടെ തൊട്ടു താഴ്വാരത്തേക്ക് മണ്ണ് നീക്കത്തിനുള്ള സാധ്യതകൾ തേടുന്നത്. ആ സാധ്യതകൾ തേടുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ കരയിൽ നിന്നുകൊണ്ട് തന്നെ ആ മണ്ണ് പൂർണ്ണമായും നീക്കാൻ കഴിയുന്ന സംവിധാനം ഇവിടേക്ക് എത്തിക്കാൻ കഴിയുന്നത്. അത് എത്തിക്കുക കൂടി ചെയ്ത പശ്ചാത്തലത്തിൽ കൂടിയാണ് MLA ഫുൾ ഓഫ് കോൺഫിഡൻസിൽ പറയുന്നത് ഇന്ന് ഏതെങ്കിലും തരത്തിൽ എന്തോ ഒരു പ്രതീക്ഷ എന്നാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. അങ്ങനെ മലയാളി ഒന്നടങ്കം കാത്തിരിക്കുന്ന അർജുനെ കണ്ടെത്താൻ കഴിയുമെന്നുള്ള ഒരു ആത്മവിശ്വാസം അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്. ആ ആത്മവിശ്വാസത്തിൻ്റെ ഒരു ഘടകമെന്ന് പറയുന്നത് ഇത്തരത്തിൽ കൃത്യമായ രീതിയിൽ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള രക്ഷാദൗത്യം അവിടെ നടക്കുന്നു എന്നുള്ളത്. മറ്റൊന്ന്, ഇത്തരത്തിൽ ലഭ്യമാകാവുന്ന ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യകളെയൊക്കെ തന്നെ ഈ മേഖലയിലേക്ക് എത്തിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. യന്ത്രം കൊണ്ട് പറ്റാവുന്ന രീതിയിൽ എന്നുള്ള നിലയ്ക്ക് ഇവിടേക്ക് ബൂം എക്സ്കവേറ്റർ എത്തിക്കുന്ന ഘട്ടത്തിൽ മറുവശത്ത് അവിടെ സാറ്റലൈറ്റ് ബേസ്ഡ് ആയിട്ടുള്ള നാവിഗേഷൻ മാപ്പിംഗ് തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഒരു വശത്ത് വരുന്നുണ്ട്. അത് മേജർ ജനറലിൻ്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട്. അതേസമയം തന്നെ ഡ്രോൺ ബേസ്ഡ് ആയിട്ടുള്ള സിസ്റ്റംസ് നാളെ പുലർച്ചെ തന്നെ പ്രവർത്തിച്ചു തുടങ്ങുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറും. എയർഫോഴ്സിൻ്റെ നേതൃത്വത്തിൽ നിരീക്ഷണം ഹെലികോപ്റ്ററിൻ്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. അതേസമയം തന്നെ പുഴയിൽ കൃത്യമായ രീതിയിൽ നേവിയുടെ നേതൃത്വത്തിലുള്ള സംഘം, സ്കൂബ ഡൈവിംഗ് സംഘം ഉൾപ്പെടെ പരിശോധനകൾ നടത്തുന്നുണ്ട്. അങ്ങനെ വിപുലമായ രീതിയിലുള്ള ക്രമീകരണങ്ങൾ നടക്കുമ്പോൾ അല്പം പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്ന് തന്നെ നേരത്തെ MLA പറഞ്ഞതുപോലെ നമുക്ക് ഓരോരുത്തർക്കും വിശ്വസിക്കാവുന്ന കാര്യമായി തോന്നുകയാണ്. ഈ ഒരു മേഖലയിൽ നിൽക്കുമ്പോൾ അത്തരത്തിൽ എല്ലാവരും ആഗ്രഹിക്കുന്ന തരത്തിൽ അർജുനെ ഇന്നെങ്കിലും കണ്ടെത്താൻ കഴിയുമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. ഒപ്പം തന്നെ കേവലം